അങ്ങനെ കേരളം കാത്തിരുന്ന ചോദ്യത്തിന് ഉത്തരം, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം അത് വി ഡി സതീശനാണ് എന്ന് ജനങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അത് AICCയോട്. AICC അപ്പാടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു പേര് മാറ്റാനായി, പക്ഷേ ഇല്ല, ജനങ്ങൾക്ക് വേണ്ടത് വി ഡി സതീശനെയാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുകയാണ്, ജനങ്ങളെ സേവിക്കുന്നത് എങ്ങനെയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്തായാലും നമുക്ക് വി ഡി സതീശനെ ഒപ്പം നിന്ന് മത്സരിക്കാൻ, അല്ലെങ്കിൽ ആ റേസിൽ കൂടെ നിന്ന രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ KC വേണുഗോപാലും. രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ വീട്ടിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇല്ല. നാളെ മലയാള മാസം 1-ാം തീയതിയാണ്. സാധാരണ ഗുരുവായൂരിൽ പോയി തൊഴുതു വരുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്നുള്ള അറിവ് വന്നതിന് പിന്നാലെ തന്നെ ചെന്നിത്തല വഴുതക്കാട് വീട് വിട്ട് നേരെ ഗുരുവായൂരിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് കോൺഗ്രസിന്റെ ഈ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. പക്ഷെ അതിലും രമേശ് ചെന്നിത്തല പങ്കെടുക്കില്ല എന്നാണ് പറയുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കാണ് കടുത്ത അതൃപ്തിയുള്ളത്. മാത്രമല്ല, ക്യാബിനറ്റിൽ, അതായത് മന്ത്രിസഭയിലേക്ക് രമേശ് ചെന്നിത്തല തൽക്കാലമില്ല. താൻ ഒരു MLA ആയി മാത്രം തുടർന്നുകൊള്ളാം എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നത്. അതായത് തനിക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗമില്ലെങ്കിൽ പിന്നെ ഒരു മന്ത്രിയാകാൻ തൽക്കാലം താല്പര്യമില്ല, അതും വി ഡി സതീശന്റെ കീഴിൽ ഒരു മന്ത്രിസഭയിലേക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ AICCയും രാഹുൽ ഗാന്ധിയും എല്ലാവരും തന്നെ ഒരുപാട് അന്വയിപ്പിക്കുന്നു. എന്തായാലും ഇന്ന് നടക്കുന്ന ഒരു തീരുമാനത്തിലേക്കും, അതായത് ഇന്ന് നടക്കാൻ പോകുന്ന ഒരു യോഗത്തിലും എന്തായാലും രമേശ് ചെന്നിത്തല പങ്കെടുക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, 102 സീറ്റുകളോടുകൂടി കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ ഈ KPCCയിൽ വി ഡി സതീശൻ മാത്രമല്ലായിരുന്നു, KC ഉണ്ടായിരുന്നു അവിടെ. അതുമാത്രമല്ല, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. അങ്ങനെ KCയും രമേശ് ചെന്നിത്തലയും RSയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ വി ഡി സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് KPCCയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നിയുക്ത മുഖ്യമന്ത്രിയായി KPCCയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആരും തന്നെ, അല്ലെങ്കിൽ മറ്റ് മുതിർന്ന നേതാക്കന്മാരാരും തന്നെ ഇല്ല. KCയോട് ഇപ്പോൾ വി ഡി സതീശനൊപ്പം ഉള്ളത് VT ബൽറാമാണ്. ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ പോലും KC പക്ഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പാലോട് രവി, അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവർ മാത്രമാണ് ഇപ്പോൾ വി ഡി സതീശനോടൊപ്പം ഉണ്ടായിരുന്നത്. എന്തായാലും മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ശക്തമായി തന്നെ VDSന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് VDS ആയതുകൊണ്ടല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഒരു ചായ്വ്, അല്ലെങ്കിൽ ആ കാറ്റ് വി ഡി സതീശനാണ് എന്ന് ഉറച്ച ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. എന്തായാലും മന്ത്രിസഭയിൽ ആരൊക്കെ എന്ന് പറയേണ്ടി വരും. എന്തായാലും മുസ്ലിം ലീഗിൽ നിന്നുള്ള മന്ത്രിമാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അതുപോലെ തന്നെ നേരത്തെ ഒരു ഫോർമുല പറഞ്ഞിരുന്നത്, വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ KC പക്ഷത്തിൽ നിന്നും 8ഓളം മന്ത്രിമാരെങ്കിലും വേണമെന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ സതീശൻ അതിലൊരു അയവ് വരുത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. സതീശൻ ഏതായാലും സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ബുദ്ധിമുട്ടുന്നില്ലെങ്കിൽ ചുമക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. അതായത് അദ്ദേഹത്തിന് എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ, ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ രമേശ് ചെന്നിത്തല കടുത്ത അതൃപ്തിയിൽ തിരുവനന്തപുരം പോലും വിടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതായത് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ അധികാരത്തിലേറുമ്പോൾ നിരവധി യുവ നേതാക്കന്മാർ വി ഡി സതീശന്റെ അണികളായി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വി ഡി സതീശനോടൊപ്പം VT ബൽറാം മാത്രമാണ് ഉള്ളത്. രാഹുൽ മാങ്കൂട്ടം പോലും പോസ്റ്റ് ഇടാൻ വൈകി എന്നുള്ള കുറ്റപ്പെടുത്തൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം ഇതാ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. രാഹുലിന്റെ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ പ്രതിപക്ഷത്തിന്റെ കഠിനമായ രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്. ജനവിരുദ്ധ ഭരണത്തിനെതിരെ തെരുവുകളിൽ സമരം ചെയ്ത 10,000-കണക്കിന് സഹപ്രവർത്തകർ, ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി രക്തം ചൊരിഞ്ഞ സാധാരണക്കാർ, ഭീകരവാദികളെപ്പോലെ വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ട നിരപരാധികൾ, ഒരു സ്ഥാനവും പ്രതിഫലവും പ്രതീക്ഷിക്കാതെ വീടാന്തരം കയറി ജനാധിപത്യത്തിനായി വോട്ട് അഭ്യർത്ഥിച്ച പ്രവർത്തകർ, അവരുടെ സമ്മർദ്ദത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം. അവരുടെ പ്രതീക്ഷയും പരിശ്രമവും ഇന്ന് ജനങ്ങളുടെ സർക്കാരായി രൂപം കൊണ്ടിരിക്കുന്നു. ആ സർക്കാരിനെ നയിക്കാനുള്ള ദൗത്യം ഹൈക്കമാൻഡ് ശ്രീ വി ഡി സതീശനെ ഏൽപ്പിച്ചിരിക്കുന്നു. ജനഹിതം മുൻനിർത്തി ജനങ്ങളുടെ സ്വപ്നങ്ങളുടെ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന ഒരു ഭരണമായി ഈ സർക്കാർ മാറുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് എന്തേ വൈകി എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇതാ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഷാഫി പറമ്പിലും 20 മിനിറ്റ് മുമ്പ് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. കേരളത്തിന്റെ കോൺഗ്രസിന്റെ UDFന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇതാ മുഖ്യമന്ത്രി വി ഡി സതീശന് ഈ വലിയ ആവേശത്തോടുകൂടി ഇടുന്നത്, പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പീപ്പിൾ ആർ ദ അൾട്ടിമേറ്റ് ഹൈക്കമാൻഡ്, അല്ലാതെ ഒരു ഹൈക്കമാൻഡും ഹൈക്കമാൻഡ് അല്ല എന്ന് പറയുന്നു. ട്രൈ ടു ബി എ പാർട്ടി മാൻ നോട്ട് എ ഗ്രൂപ്പ് മാൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പിൽ പെടാതെ, ഒരു
രാഷ്ട്രീയ പ്രവർത്തകനായി നിൽക്കൂ എന്ന് പറയുന്നു. പട നയിച്ചവൻ നാട് ഭരിക്കും, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പെട്ടു അല്ലേ ഷാഫി എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് സോഷ്യൽ മീഡിയയുടെ വിജയം, സാധാരണ ജനങ്ങളുടെ വിജയം, ജനാധിപത്യത്തിന്റെ വിജയം. അതെ, വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ, ഇനി അയാൾ നയിക്കും. പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ. ഈ മഹാവിജയത്തിൽ വലിയ പങ്കുവഹിച്ച ഷാഫിക്കും മറ്റ് നേതാക്കൾക്കും അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ വിജയം, പൊതുജനത്തിന്റെ വിജയം, കൂടെ മുസ്ലിം ലീഗിന്റെ ഉറച്ച നിലപാടിന്റെ വിജയം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഷാഫി പെട്ടു എന്ന് പറയുന്നു. ജനങ്ങൾ വിജയിച്ചു, ഗ്രൂപ്പുകൾ തോറ്റു, വി ഡി സതീശൻ ആശംസകൾ. MLA-മാർ കാലുവാരിയപ്പോൾ പൊതുജനങ്ങൾ കൂടെ നിന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം മുഖ്യമന്ത്രിയായ ആളാണ് വി ഡി സതീശൻ. ഷാഫിക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ജനങ്ങളുടെ മുഖ്യമന്ത്രി, എല്ലാത്തിനും മീതെ ജനങ്ങൾ. ബിരിയാണി നക്കിയിട്ട് കേസിക്ക് വേണ്ടിയല്ലേ പുയ്യാപ്ല നീ വാദിച്ചത്? നിന്നോട് ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാരനും പൊറുക്കില്ലടോ നാറി എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും കേരള ചരിത്രത്തിൽ ആദ്യമായി ജനങ്ങൾ തീരുമാനിച്ച മുഖ്യമന്ത്രി ഇത് അധികാരത്തിലായിരുന്നു. ഗ്രൂപ്പിസം തോറ്റു, ജനങ്ങൾ ജയിച്ചു. അതുപോലെ തന്നെ എന്തായാലും ഗ്രൂപ്പ് രാഷ്ട്രീയം ഇല്ലാതാക്കിയ ഹൈക്കമാൻഡിന് അഭിവാദ്യങ്ങൾ. ഷാഫിക്ക് ഇഷ്ടം പിന്നെ ജനങ്ങളാണ് വലുത്, നേതാക്കളല്ല. ജനവികാരം എപ്പോഴും കണ്ണു തുറന്ന് കാണുക ഷാഫിക്ക എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. തീർച്ചയായും ജനവികാരമാണ് കണ്ണു തുറന്ന് കാണേണ്ടത്. ഇവിടെ ജനസമാണ്, അതായത് ജനങ്ങളുടെ വികാരമാണ് ജയിച്ചത്. ജനം ജയിച്ചു, പാർട്ടി തോറ്റു, പാർട്ടിസം തോറ്റു, ഗ്രൂപ്പിസം തോറ്റു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ആ ഗ്രൂപ്പിനെ തോറ്റ തുന്നം പാടിച്ചത് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും രാഹുലിന്റെ പിന്തുണയില്ലെങ്കിലോ ഷാഫിയുടെ പിന്തുണയില്ലെങ്കിലോ ആരുടെ പിന്തുണയില്ലെങ്കിലോ ഇനിയിപ്പോൾ എന്തായാലും ജനങ്ങളുടെ പിന്തുണ ഏതായാലും വി ഡി സതീശൻ തന്നെയെന്നോ അടിയുറച്ച് ഉറയ്ക്കുന്നു. അതുതന്നെയാണ് ടീം UDF എന്ന ഒരൊറ്റ പേരായി വി ഡി സതീശൻ പറയുമ്പോഴും ആ ടീമിൽ ഇല്ലാത്ത നിരവധി ആളുകൾ ഉണ്ട് എന്ന് പറയുക. എന്തായാലും ഘടകകക്ഷികളെ അടക്കമുള്ളവരെ ചേർത്ത് പിടിക്കുന്നു. മുരളീധരൻ ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ ഇല്ല. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഇല്ല. ഇനി ലോകത്തിന് എന്ത് തന്നെ സംഭവിച്ചാലും നാളെ ഗുരുവായൂർ പോയി 1-ാം തീയതി ഗുരുവായൂർ പോയി തൊഴുതില്ലെങ്കിൽ തൊഴാതിരിക്കില്ല എന്നാണ് മുരളീധരൻ പറയുന്നത്. എന്തായാലും കോവിഡ് സമയത്തൊക്കെ മുരളീധരൻ തൊഴാൻ പോയിരുന്നല്ലേ എന്ന ചോദ്യവും താഴെ വരുന്നുണ്ട്. എന്തായാലും ഓരോരുത്തരുടെ വിശ്വാസമല്ലേ, കാത്തിരുന്ന് കാണാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും 18-ാം തീയതി തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ എന്നുള്ള വാർത്ത കൂടി വരികയാണ്.